അല്പസമയം ദൈവവചന ചിന്തയിലേക്ക് കടന്നു പോകാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല മധ്യാഹ്ന സമയം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നു. കർത്താവേ സ്തോത്രപ്പ, നിങ്ങൾ വായിച്ചതുപോലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പകൽക്കാലം ദൈവം ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുമ്പോൾ മധ്യാഹ്ന സമയം കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, അനേകർക്ക് അവധിയും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ആഹാരം കഴിച്ചിട്ട് ഉറങ്ങുകയും ചെയ്യുന്ന സമയങ്ങളായിരിക്കുമ്പോൾ കർത്താവേ സ്തോത്രപ്പ, ദൈവസന്നിധിയിൽ ദാഹത്തോടും വാഞ്ചയോടും കൂടെ ഈ പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ വചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. കർത്താവ് ഇത് ഹല്ലേലൂയ സ്തോത്രം പറയുന്ന അടിയനും കർത്താവ് സ്തോത്രം കേൾക്കുന്ന തന്റെ മക്കൾക്കും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ ചെയ്യുവാനെ പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതാകിയാൽ വൽക്കാലം കർത്താവ് സന്ധിമജനകളെ തുടർച്ച ചെല്ലുന്ന ദൈവത്തിന്റെ വചനമായി തീരുവാൻ ദൈവം കൃപ ചെയ്തതിനു വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ അകത്ത് 5-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അതില് 10 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ 8-ാമത്തെ വാക്യം മാത്രമേ നമ്മൾ വായിച്ചിട്ടുള്ളൂ. എന്നാൽ അത് വായിക്കണമെങ്കിൽ 3 മുതൽ അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇത് പറയാനുള്ള എഴുതാനുള്ള കാരണം അവിടെ യേശു കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ഉപവസിച്ച് പുറത്തു വരുമ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടിട്ട് താൻ എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നോ ആ കാര്യം നിവൃത്തീകരിക്കാൻ തക്കവണ്ണം ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന സമയത്തിന് മുമ്പ് കടന്നു വന്ന ചില പരീക്ഷണങ്ങളെ കുറിച്ച് അതിന്റെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്റെ ശിഷ്യന്മാർ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അവൻ പുരുഷാരത്തെ കണ്ടേറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവൻ തിരുവായി മൊഴിഞ്ഞത് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അങ്ങനെ തുടങ്ങി 10 കൂട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ അതിൻ്റെ അകത്തിൽ നിന്ന് ഒരു കാര്യം മാത്രമേ ഞാൻ അതിൻ്റെ എടുത്തിട്ടുള്ളൂ. എന്നാൽ ഈ 10 കാര്യങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ ഇന്ന് മുഴുവൻ നിന്നാലും തീരത്തില്ല, എന്നാൽ 3 ദിവസം നിന്നാലും തീരത്തില്ല. ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് കുറെ ഇറങ്ങി ഞാൻ ചെന്നിട്ട് അതിൻ്റെ കുറേ ഷോർട്ടൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പകൽക്കാലം ഏത് ഇതിലൂടെയാണ് കടത്തിക്കൊണ്ടുപോകുന്നോ അതുപോലെ ആ ഇതിലോട്ട് നമുക്ക് ഇന്ന് പകൽക്കാലം പോകാം. ഉറങ്ങരുത്, ദയവ് ചെയ്ത് ഉറങ്ങരുത്, ക്ഷീണം ഉണ്ടാവും. കാരണം വെളിയിൽ നല്ല ചൂടാണ്, അകത്ത് AC കൂടെ ആവുമ്പോൾ നല്ല ഉറക്കം വരും. അതുകൊണ്ട് ഉറങ്ങാതെ കേൾക്കണം. കേട്ടാൽ മാത്രമേ ഇത് വചനം എന്നുള്ളത് വിത്താണ്, ആരാധന എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുക ചെയ്യുന്നത്. അത് ഈ വചനം നമ്മെ എന്ത് ചെയ്യുന്നു, വേര് ഇറങ്ങി വചനം വളർന്ന് എന്ത് ചെയ്യും, നമ്മൾ നടക്കേണ്ട വഴികളെ കുറിച്ച് നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ബാലൻ നടക്കേണ്ട വഴി എന്ന് അവൻ അഭ്യസിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സദർശവാക്യങ്ങളിൽ. അപ്പോൾ നമുക്ക് ദൈവം ഇത് ഒരു അഭ്യസനമായിട്ടാണ്, നാം ദൈവത്തിന്റെ വചനത്തെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ ഹൃദയശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൃദയശുദ്ധി? അതാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നോ അവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം ഉള്ളത്, അല്ലെ? നമ്മൾ സമ്പത്തിനോടാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഹൃദയം സമ്പത്തിനോടാണെങ്കിൽ അവിടെ നമ്മൾ ആരാധനയ്ക്ക് വരും, നമ്മൾ ആരാധിക്കും, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മുടെ ഹൃദയം എവിടെയായിരിക്കുന്ന? ദൈവത്തോടല്ല. കാരണം ഹൃദയം ഇരിക്കുന്ന വേറെ സ്ഥലത്തോട്ടാണ്. അതുകൊണ്ടാ പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്,
നിങ്ങളുടെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന, ഹൃദയങ്ങളെയും നിലവുകളെയും ചിന്തകളെയും ഉൾപ്പൂക്കളെയും ആരാഞ്ഞറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പൊ നമ്മുടെ എല്ലാം അറിയുന്നു. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം എന്ത് ചെയ്യുന്നു? അറിയുന്നു. എനിക്കൊരു ആവശ്യമുണ്ട്, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് എന്ത് ചെയ്യും? അറിയും. പഴയ കാലങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർ അനേകര് കഷ്ടതയുടെ അടിത്തട്ടിലൂടെ പോയ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇല്ലാതെ അനാഥ ആശ്രമങ്ങൾ നടത്തുന്നവരുണ്ട്, അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് നടത്തുന്നവരുണ്ട്. ഇവരെല്ലാവരും, എന്നാൽ ഇന്ന് പലരും അനേക സമ്പത്തുള്ളവർ അതിനെ എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയാതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മീഡിയാസിലേക്ക് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാർ ഇതൊന്നുമില്ലാതെ അവർ വളരെ കഷ്ടപ്പെട്ട് അന്നന്ന് വേണ്ട ആഹാരം എന്നവണ്ണം ദൈവത്തോട് ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ കല്യാണത്തിന് പോലും ആളുകൾ ചെല്ലാതെ അവിടെ ആഹാരം മിച്ചം വന്നിട്ട് അത് ഇവിടേക്ക് കൊണ്ടുവന്ന ചരിത്രമുണ്ട്. ഇല്ലെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ അനേക കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവമാണ് അവരെ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്ക് അയക്കുന്നത് കൊടുക്കുവാൻ വേണ്ടി. കാരണം ഒരു ഏലിയാവിനെ കെരീത് തോട്ടിൽ ഇരുന്ന സമയത്ത് കാക്കയെ കൊണ്ടാണ് ദൈവം പോഷിപ്പിച്ചത്. അതുപോലെ നോക്കിയോണം, ഒരു മിണ്ടാപ്രാണിയായ ഒരു കാക്കയെ കൊണ്ട് ദൈവം പോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായി തന്നിട്ടുണ്ട് ദൈവത്തോട് ചോദിക്കുവാനായിട്ട്. നിങ്ങൾ ചോദിക്കുന്നതിൽ നിരക്കുന്നതിൽ അത്യന്തപരമായിട്ട് ഞാൻ തരുവാൻ കഴിവുള്ളവനാണെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിലിപ്പിയ ലേഖനത്തിനകത്ത്. അപ്പോൾ നമുക്ക് ദൈവത്തോടാണ് നമുക്ക് ചോദിക്കേണ്ടത്. നാം ചോദിക്കുമ്പോഴത്തേന് ഹൃദയം എന്തായിരിക്കണം? ശുദ്ധിയുള്ള ഹൃദയമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മുടെ ഹൃദയം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് പല കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ട് ആ ഹൃദയത്തെ നമ്മൾ സമയത്ത് ആ ദൈവത്തോട് പോയിരുന്നത് ചോദിച്ചാൽ ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. കാരണം നിന്നെ അറിയത്തില്ല. നമ്മൾ നിലയ്ക്കാത്ത വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. നമുക്ക് ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല. താന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവമേ എന്ന് വിളിക്കുന്നത്. നമ്മൾ പന്നിയുടെ സ്വഭാവം കാണിക്കരുത്. അത് മരിക്കുമ്പോഴാണ് തലയൊന്ന് ഉയർത്തുന്നത്. നമ്മൾ ഉയർത്തേണ്ടത് എന്തായിരിക്കണം എന്നറിയോ? ദൈവത്തിൽ എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ വാക്കുകൾ ശുദ്ധിയുള്ള വാക്കുകളായിരിക്കണം. നമ്മൾ ചർച്ചിൽ മാത്രമല്ല, നാം മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്നതിൽ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ അമ്മയപ്പന്മാരോട് നമ്മൾ പറയുന്നത് എന്തായിരിക്കണം? ഇന്ന് പലരും തെറ്റുന്നത് എവിടെയാണെന്നറിയോ? സാമ്പത്തികത്തിലാണ്. പൈസയുടെ ഒരു കണക്ക് പറയാൻ പോകുമ്പം ഈ മനുഷ്യന്റെ കയ്യിൽ കാശ് കാണത്തില്ല. കാരണം അത് മൊത്തം തീർന്നിരിക്കുക. ഖജനാവ് കാലയിൽ കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്കിൽ പോലും ചോദിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ വിഷയം വരുമ്പോഴത്തേന് പിന്നെ വാക്കുകൾ അങ്ങ് മാറുക. കാരണം എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വാക്കുകളെ അങ്ങ് മാറ്റി. അതുവരെ ആരാധിച്ചതും ദൈവത്തെ സ്തുതിച്ചതും ദൈവവചനം പ്രസംഗിച്ചതും ദൈവവചനം കേട്ടതും ഇതെല്ലാം ഞാൻ മാറ്റി അങ്ങോട്ട് വെക്കും. വച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വാക്കുകൾ വേറെ വിധത്തിലോട്ട് പോകും. നമ്മൾ പരീക്ഷന്മാരുടെ സ്വഭാവത്തിലോട്ട് മാറരുത്. അവര് കിണ്ടി കിണ്ണം മുതലായവയെ പുറം എന്ത് ചെയ്യുന്നു? വെളുപ്പിച്ചോണ്ട് പോകുന്നു. എന്നാൽ അവരുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? ക്ലാവ് പിടിച്ചായിരിക്കുന്നത്. കാരണം കൈയിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ പറയുന്നു, സങ്കീർത്തനം 24:4 വായിച്ചാട്ട് ഈ ഹൃദയശുദ്ധി എങ്ങനെയാ വേണ്ടതെന്നുള്ളത്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം ഉള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അപ്പോൾ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, അത് എന്താണ്? നിർമ്മല ഹൃദയവും ഉള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്ന മനുഷ്യൻ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഹൃദയം എന്തായിരിക്കണം? നിർമ്മലമായിരിക്കണം. എന്നാലേ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ. കൈ എന്ത് ചെയ്യണം അറിയോ? വെടിപ്പുള്ള കൈയായിരിക്കണം.
അനീതിക്ക് കൂട്ടു നിൽക്കരുത്. കള്ളസത്യം പറയാൻ പാടില്ല. സത്യം ചെയ്തിട്ട് നമുക്ക് ആ സത്യത്തിന്റെ മേൽ ഉറച്ചു നിൽക്കണം. നമുക്ക് അന്നേരം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. എന്നാൽ ആ സത്യത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? നീതി ദൈവമാണ് നടത്തി തരുന്നത്. അല്ലാതെ വല്ല നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എല്ലാം പോയി നമ്മൾ വലം വെച്ചിട്ട് അവർക്ക് വേണ്ടി എല്ലാം നിന്ന് പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും എന്നറിയോ? നമ്മുടെ വാക്കുകൾ കാലെ കെട്ടിയിരിക്കുന്ന ജലമ്പ് പോലെയാണ്. അതിന്റെ ശബ്ദം അറിയാവില്ല, കിലികില സൗണ്ട് കേൾക്കുന്ന പോലെ. എന്നാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമായി മാറത്തുമില്ല, നമുക്കിട്ടത് അനുഗ്രഹമായി തീരത്തുമില്ല. അടുത്തതായിട്ട് എബ്രായർ 12:4 നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. 12:4 എല്ലാവരോടും സമാധാനം. പാപത്തോട് പോരാടുന്നതിൽ 12:14 സോറി, ഹീബ്രു 12 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നോക്കണം, എല്ലാവരോടും സമാധാനം ആചരിച്ച് എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആ 51:10, കാരണം അതിന്റെ ഹെഡിങ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാവീദ് എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണമെന്ന്. അതിന് മുമ്പ് പുള്ളി തെറ്റ് ചെയ്തു. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. കണ്ടോ, പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് എന്ത്? നിർമ്മലമായ ഒരു ഹൃദയം തന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ നൽകി തരണം. ഈ ആത്മാവ് എന്ത് ചെയ്യുന്നറിയോ? പല വഴിക്കോട്ടും പോവും, പല ചിന്തകളിലോട്ടും പോവും, പല കാര്യങ്ങളിൽ ഇടപെടാൻ പോവും. അപ്പൊ അത് പോവാൻ പാടില്ല. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? ഉറപ്പിച്ച് നിർത്തണം, ഉറപ്പിച്ച് നിർത്തണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പിലത്തെ ആഴ്ച പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കയറി അത് കോപ്പ് കറന്നെടുത്താൻ കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആത്മാവിനെ എന്ത് ചെയ്യണം? നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പഠിക്കണം. അടുത്തതായിട്ട് ജോൺ 1 ജോൺ 3:2 യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 യോഹന്നാന്റെ 3:2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ എന്തായി തീരുമെന്ന് ഇതുവരെ എന്താണ് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല രൂപാന്തരങ്ങൾ സംഭവിക്കും. എന്നാൽ ദൈവത്തോടു കൂടെ നടന്നാൽ മാത്രമേ പല രൂപാന്തരങ്ങൾ സംഭവിക്കാനിടയായി തീരത്തുള്ളൂ. അല്ലാതെ പക്ഷം ഇന്ന് നമ്മൾ പ്രത്യാശയോടെ ഇരിക്കുന്നത് കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിന് മുമ്പേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ശേഷിക്കുന്ന നാമം അവനോടുകൂടെ രൂപാന്തരപ്പെടും. നമ്മൾ പ്രത്യാശയോടെ ഇരിക്കുന്നത്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അത് കഴിയുമ്പോൾ 1000 ആണ്ട് ആഴ്ചയൊക്കെ വരുന്നുള്ളൂ. ഇന്ന് നമ്മെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനെയൊക്കെ പിടിച്ച് കെട്ടിയിട്ട് അന്ധകോമസിലും അഗാധകൂപത്തിലും ഒക്കെ ഇട്ട് പൂട്ടി 1000 ആണ്ട് വാഴ്ചയ്ക്ക് ചങ്ങലയിലിട്ട് ഇടുന്നതും അവസാനം അവനെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപാട് പുസ്തകത്തിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ മക്കൾ ഇന്ന് ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഉപദേശത്തിന് നമ്മൾ നിലനിൽക്കണം. ഇന്ന് പലരും ഉപദേശത്തിനെ കേൾക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല. കരുണരസമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വാക്യം മാത്രം എടുക്കും. അതിനുശേഷം ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും തൻ്റെതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ചില വാക്കുകളും ഒക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ വചനം അവിടെ യാതൊരു വിലയില്ലാതെ പോവുക. അതുകൊണ്ട് ജനം കൈയടിക്കും, ജനം ഒത്തിരി സന്തോഷപ്പെടും. എന്നാൽ ദൈവത്തിന്റെ വചനം അങ്ങനെയല്ല നമ്മെ പഠിപ്പിക്കുന്നത്. സന്തോഷവും സമാധാനവും ആരാ നൽകി തരുന്നത്? ദൈവമാണ് നൽകി തരുന്നത്.
നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല. നാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് ആ കുടം ഉടച്ചു കഴിഞ്ഞാൽ കൂലി കിട്ടത്തില്ല. ആ കോരാൻ തന്നിരിക്കുന്ന കുടം ഉടച്ചു കഴിഞ്ഞാൽ കൂലി കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സ്വോത്രവും എല്ലാം നമ്മൾ ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് നമുക്കൊരു അഭിവൃദ്ധി വരാതെ, നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്താതെ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ജീവിതം വളരെ മോശമായിട്ട് പോകുന്നു എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. കാരണം നമ്മൾ ആദ്യ കാലത്ത് നമ്മൾ ദൈവത്തോട് കൂടെ തുടങ്ങുന്ന സമയം എന്തായിരുന്നു? വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. എന്നാൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം പോക്കറ്റിലായി കഴിയുമ്പോൾ എന്തായി മാറുന്നു? ദൈവത്തെ മറക്കുന്നു. ദൈവത്തെ മറക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. പക്ഷെ നമ്മൾ അങ്ങനെ മറക്കുന്നവരായി തീരരുത്. ദൈവം നടത്തുന്ന വിധങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. മുമ്പുള്ള ഓർക്ക വേണ്ട, പണ്ടുള്ള നിരൂപിക്കാൻ വേണ്ട, ഇതാ ഞാൻ പുതിയതും ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്നാൽ നമ്മളെ ഒരു കടത്തി കൊണ്ടുവരുന്ന ഒരു വഴിയുണ്ട്. നമ്മളെ മാതാപിതാക്കൾ വളർത്തുമ്പോൾ എങ്ങനെയാ കൊണ്ടുവരുന്നത്? ജനിച്ചു കഴിഞ്ഞോണ്ട് നമ്മളിങ്ങനെ ആയോ? ഇല്ല. അവർ വളർത്തി വലുതാക്കി കൊണ്ടുവരാനായിട്ട് എത്രമാത്രം പാടുപെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവരെ പഠിപ്പിച്ച് വലിയ ഉന്നത നിലയിലേക്ക് ആക്കുന്നു. ഇവര് പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഇവര് ഈ ഉന്നത ആയിക്കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഉപകാരമായി മാറുമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ഈ മക്കള് അപ്പനെയും വേണ്ട, അമ്മയും വേണ്ട, ദൈവത്തെയും വേണ്ട. അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എണ്ണത്തിൽ പെരുപ്പമല്ല, നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ഒരുക്കമായിട്ടിരിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അടുത്തതായിട്ട് ജെയിംസ് 4:8 ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, നമ്മുടെ അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ദൈവം നമ്മുടെ അടുത്ത് തന്നെ വരും. യോഹന്നാൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ അടുത്ത് അവന്റെ മാറോട് ചേർന്നിരുന്നു. അവസാനം കർത്താവ് ഒരു കാര്യം ഏൽപ്പിക്കുകയും ചെയ്തറിയോ? ചിലത് നമ്മളെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുത്ത് ചെല്ലണം. ഇന്ന് നമ്മൾ പലതും ദൂരത്തിരിക്കുന്നതിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിക്കും. അതൊന്നും നമ്മുടെ കയ്യിൽ വരാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം ഫസ്റ്റ്. യേശു അവസാന സമയങ്ങളിൽ ക്രൂശ് മരണത്തിന്റെ സമയത്ത് അമ്മ മറിയത്തിനെ പിടിച്ച് ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാ? ആ ശിഷ്യൻ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നെന്നാ പറയുന്നത്. നമ്മൾ എത്രമാത്രം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവന്റെ മാറോട് ചേർന്ന് ചെല്ലുന്നോ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും? ദൈവം നമ്മെ അടുത്ത് കൊണ്ടുവരത്തുള്ളൂ, അടുത്ത് വരും. അത് കഴിഞ്ഞിട്ട് അതോടെ തുടർന്ന് തന്നെ ഒരു പറയുന്നുണ്ട്, പാപികളോ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. അപ്പൊ പാപികൾ എന്ത് ചെയ്യണം? ഹൃദയങ്ങളെ എന്ത് ചെയ്യണം? കൈകളെ വെടിപ്പാക്കുകയും ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. നോക്ക്, ഇരു മനസ്സ് ഒരിക്കലും പാടില്ല. ഒരിക്കലും ഇരു മനസ്സ് ഒരിക്കലും പാടില്ല. ഇരു മനസ്സുള്ളവരൊക്കെ അവന്റെ വഴികളിലൊക്കെ എന്താണ്? ആശ്ചര്യനായി പോയിരുന്നു. അവൻ ഒരു രണ്ട് മനസ്സ് വെച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഏക മനസ്സുള്ളവരായിരിക്കണം ദൈവസന്നിധിയിലേക്ക്. അപ്പം ഇവിടെ ഈ കപടഭക്തി പാടില്ല. ദൈവസന്നിധിയിലേക്ക് കപടഭക്തി പാടില്ല. പലരുടെയും ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്താണ് സഭയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോകുന്നിടത്തും വെള്ള ഉടുപ്പിട്ട ആരാണ്? ആട്ടിൻകുഞ്ഞുങ്ങൾ കൂട്ടമാണ്. എന്നാൽ ഹൃദയം എന്താണെന്നറിയോ? കടിച്ചു കീറുന്ന ചെന്നായ. നമ്മൾ അങ്ങനെ ആയിത്തീരരുത്. പ്രസംഗവും എങ്ങനെയാണോ പ്രവൃത്തിയും അങ്ങനെ തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം.
നമ്മൾ ഇന്ന് ഇവിടെ പ്രസംഗിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോയിട്ട് നമ്മുടെ ജീവിതം വേറെ രീതിയിലാണ്. ഈവൻ ദോ നമ്മുടെ ഇപ്പൊ ഇവിടെ നമ്മൾ ആരാധിച്ചു, നമ്മൾ നമ്മുടെ ഭവനത്തിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ദേശത്തുള്ളവരോടോ നമ്മുടെ വീട്ടിലുള്ളവരോടോ നമ്മൾ കയറി ഈ വേണ്ടാത്ത കാര്യത്തിനൊക്കെ ഇടപെട്ട് സംസാരത്തിലൂടെ പല വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസംഗിച്ചതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഈ വചനം കേട്ടതിന് ഒരു അർത്ഥം ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമാധാനം ആചരിക്കുന്നവരായിരിക്കണം. ഒരു തെറ്റ് ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ അതിനെ സമാധാനത്തോടെ പറയുക, ആ തെറ്റ് നീ ചെയ്യരുതെന്ന്. എന്നാൽ ഇന്ന് പലരും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുക ചെയ്യുന്നു. അതാ പറഞ്ഞ് ആട്ടിൻ തോലിട്ട് ചെന്നായ്ക്കളെ പോലെ നമ്മൾ ആകരുത്. അതുകൊണ്ടാണ് പരീക്ഷന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 21 പരീക്ഷന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ അകത്ത്. ആർക്കെങ്കിലും കിട്ടിയെങ്കിലും ഒന്ന് പെട്ടെന്ന് വായിച്ച്. 23:25. അവിടമത്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീക്ഷനെ, കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക. അപ്പം നമ്മുടെ അകം എന്തായിരിക്കണം? വെടിപ്പായിരിക്കണം. എന്നാലേ നമുക്ക് പുറം വെടിപ്പാകത്തുള്ളൂ. അതുകൊണ്ട് പുറം പാത്രം വെടിപ്പായിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് മുമ്പിൽ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും എന്താണെന്നറിയോ, ഇവിടെ എങ്ങനെയാണോ അവിടെ അങ്ങനെ തന്നെ. ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമുക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ പോവുക വൈകിട്ട് വരിക അല്ല. ആ ശമ്പളം നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ ജോലി ചെയ്യണം. എന്നാലേ ആ കമ്പനിക്ക് ഒരു വളർച്ച ഉണ്ടാകത്തുള്ളൂ, നമുക്കൊരു നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനവും. നമുക്കൊരു അടിസ്ഥാനവും ഉറപ്പും ധൈര്യവും നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവവചനത്തിൽ എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് അങ്ങ് പോകും, നമ്മൾ കേൾക്കുന്നവന് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ രണ്ട് കൂട്ടർക്കും എന്താണ്, കുരുടനെ വഴി കാണിച്ചാൽ രണ്ടുപേരും പോയി എവിടെ പോയി വീഴുന്ന? കുഴി പോയി വീഴും. പിന്നെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. വീട് കിടന്നിട്ട് ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് നിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ദൈവത്തോട് വിളിക്കണം. അധികമായിട്ട് ആഗ്രഹിച്ചിട്ട് ദൈവസഭ വിട്ടുപോകുന്ന പലരുമുണ്ട്. ചില ആളുകൾക്കുണ്ട് ഒരുപാട് ജനക്കൂട്ടം ഉണ്ടെങ്കിൽ മാത്രമേ പ്രസംഗം വരത്തുള്ളൂ. പണ്ടൊരു ദൈവദാസനെ വിളിച്ചതാ ഒരു കൺവെൻഷൻ പ്രസംഗത്തിന്. പുള്ളി പറഞ്ഞ് കുറഞ്ഞത് എനിക്കൊരു 100-150 പേരെങ്കിലും വേണം, അതുപോലെ AC റൂം വേണം താമസിക്കാനായിട്ട്. അങ്ങനെയല്ല. കർത്താവിനോട് ചോദിച്ച് നീ എവിടെയാ പാർക്കുന്നതെന്ന് ചോദിച്ചു. കർത്താവ് എന്താ മറുപടി പറഞ്ഞ? കുഴിനരികൾക്ക്, ആകാശത്തിലെ പറവകൾക്ക് പറക്കാൻ എന്തുണ്ട്? മനുഷ്യപുത്രന് ഇടമില്ല. അപ്പോൾ ദൈവത്തിന്റെ ദാസന്മാര് എന്തായിരിക്കണം? ഇതൊന്നും അല്ല ആഗ്രഹിക്കേണ്ടത്. ഏത് സമയത്തും ദൈവത്തിന്റെ വചനത്തെ എന്നിലൂടെ ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുവാണെങ്കിൽ അതാണ് സ്വർഗരാജ്യത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതല്ലാതെ എൻ്റെ ശരീരവും എൻ്റെ ജീവനും വേണ്ടി മാത്രമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പ്രവർത്തിക്കേണ്ടത്. എൻ്റെ പ്രവർത്തനമൊക്കെ എന്തായി മാറണം? അടുത്തതായിട്ട് നമുക്ക് വായിക്കാം വെളിപാട് പ്രോവസ് 22:11. സദർശവാക്യം 22:11. ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അധര ലാവണ്യമുണ്ട്, രാജാവിന്റെ സ്നേഹിതൻ. ഹൃദയശുദ്ധി ആഗ്രഹിക്കുന്നവനുണ്ടല്ലോ
ആ വായിൽ എന്ത് ചെയ്യുന്നു? ലാവണ്യത്തിന്റെ വാക്കുകൾ വരും, അനുഗ്രഹത്തിന്റെ വാക്കുകൾ വരും. അതുകൊണ്ടാണ് 45-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഒന്ന് വായിച്ചാട്ട്. എന്റെ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞു കവിയുന്നു, രാജാവിന് വേണ്ടിയുള്ളത് ഉള്ളത് എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ലാവണ്യത്തിന്റെ വാക്കുകൾ കൊണ്ട് നിറയുവാണെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. അപ്പൊ ഇവിടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞിട്ടും വെളിയിൽ ചെന്നിട്ട് വേറെ രീതിയായിട്ട് ഇരിക്കരുത്. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം 1-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ തന്നെ പറയുന്നത്, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പരിഹാസികളുടെ നടപ്പിൽ നടക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ എന്തായിത്തീരും? ആറ്റരിക്ക് നട്ടിരിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. അപ്പൊ സാധിക്കാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ? കാരണം എങ്ങനെ നടക്കണം? ദൈവത്തിന്റെ ഭക്തിയോടും ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവരായിട്ട്. ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. കപടം നിറഞ്ഞ ഹൃദയമാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. കാരണം എന്തുകൊണ്ടാ അറിയോ? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പോൾ നമ്മൾ ദുഃഖിച്ചിട്ടും മുറവിളിച്ചിട്ടും ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നുവെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കും. അടുത്തതായിട്ട് റെവലേഷൻ 22:4, വെളിപാട് 22:4. അവൻ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഈ ഹൃദയശുദ്ധി ഉള്ളവരാണ് എന്ത് ചെയ്യും? അവനെ കാണും. അവന്റെ എന്താണ് ഇരിക്കുന്നത്? നെറ്റിയില് അവന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ ദൈവത്തിന്റെ നാമം ധരിച്ച് നാം നിൽക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്? വാടാത്ത കിരീടത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മെ പഴയ നിയമ പുസ്തകത്തിൽ എസെക്കിയേലിലാണെന്ന് തോന്നുന്നു ഒരു വാക്യമിട്ട് 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അപ്പം മുന്തിരിങ്ങ തിന്നാ മക്കളുടെ പല്ല് പൊളിച്ചെന്ന് വരും. പക്ഷെ അതുകൊണ്ട് എന്താണ് അറിയാം? അതിന്റെ അർത്ഥം അപ്പൻ മുന്തിരിങ്ങ എന്ന മക്കളുടെ പല്ല് പൊളിച്ച് എന്ന് വരും. പൊളിക്കത്തില്ലെന്നല്ല, പൊളിച്ചെന്ന് വരും. അല്പം നമുക്ക് ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ പാർക്കുന്ന വീട് എവിടെയാ? ഒരു ദൈവദാസന്റെ മകളായിട്ടോ മകനായിട്ടോ ജനിച്ചു വളർത്തപ്പെട്ടു എന്നൊക്കെ ഇരിക്കാം. എന്നാൽ നമ്മെ അന്നു മുതൽ ദൈവം നമ്മെ നടത്തി നമ്മെ പരിപാലിച്ചു കൊണ്ടുവരുന്നതായിരിക്കാം. എന്നാൽ നമ്മൾ വചനം നമ്മൾ കേട്ട് ചെറുപ്പം തൊട്ടേ വരുന്നവരായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനമില്ലാതെ നാം ജീവിച്ചാൽ എപ്പോ വേണേലും വീണുപോകാൻ സാധിക്കും. നീതിമാൻ എന്ത് ചെയ്യും? വീണുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പന്റെ വള്ളി പൊളിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വല്ലും പൊളിച്ചെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ വല്ലിനെ നമ്മൾ തേച്ച് വെടിപ്പാക്കി നല്ല ഒരു പല്ലാക്കി വെച്ചാൽ മാത്രമേ കേടില്ലാതെ നിൽക്കത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അടിസ്ഥാനമിട്ട് ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. മുന്നോട്ട് പോകാം. ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധിയാണെങ്കിൽ ആ ശുദ്ധി ഉള്ളവർക്കെല്ലാം എന്താണ്? ശുദ്ധി തന്നെയാണ്. 1 കൊരിന്ത്യർ 13:12 വായിച്ചിട്ട് നമുക്ക് നിർത്താം. 1 കൊരിന്ത്യർ 13:12. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആമേൻ, ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേട്ട ദൈവത്തിന്റെ ദാസന്മാരുണ്ട്, ദൈവത്തിന്റെ മക്കളുണ്ട്, ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട നാം എല്ലാവരും ഉണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നാം നിൽക്കുന്നവരാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളവരായിരിക്കണം. നാം ഇപ്പോൾ കണ്ണാടിയിൽ കടമുടിയായിട്ട് കാണുന്നത് പോലെ തന്നെ നാം ഇപ്പോൾ അംശമായിട്ടാണ് അറിയപ്പെടുന്നുവെങ്കിലും നാം അറിയപ്പെടേണ്ടതുപോലെ ദൈവം നമ്മെ അറിയപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് നമ്മെ
ഒരുക്കി തീർക്കും. നമുക്ക് അതിനുവേണ്ടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് വാഞ്ചയോടും താല്പര്യത്തോടും ആയിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.